ഹലോ ഗൈസ്, നമ്മളപ്പോൾ ഇന്ന് ഒരു ഫുൾ ചിക്കൻ നമ്മൾ എയർ ഫ്രയറിൽ വെച്ചിട്ട് ചിക്കൻ ഗ്രിൽ ആക്കാൻ പോവാണ്. ഗ്രില്ലാണോ തന്തൂരിയാണോ എന്താണെന്ന് എനിക്കറിയില്ല, വരുന്ന പോലെ നമുക്ക് കാണാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ നാരങ്ങ നീരും ഒക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ യശക്കുട്ടി എന്നും വരുന്ന കണക്ക് രാവിലെ തന്നെ പ്രസൻ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അമ്പിളിയമ്മ ദാണ്ട് നമ്മുടെ ചിക്കനൊക്കെ ക്ലീൻ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് പുതിനയിലയും മല്ലിയിലയും കറിവേപ്പിലയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ഇച്ചിരി നാരങ്ങ നീരും തൈരും കൂടെ നമ്മൾ നല്ലപോലെ അരച്ചിവിടെ എടുത്തിട്ടുണ്ട്. ഈ പേസ്റ്റിലാണ് കേട്ടോ ഞാനിവിടെ നമ്മുടെ മസാല ആക്കാൻ പോയത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി പൊടി ഐറ്റംസ് ആയിട്ടുള്ളതുണ്ട്. ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്, സാധാരണ മസാല എടുത്തിട്ടുണ്ട്, മഞ്ഞൾ എടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പ്, പിന്നെ സോസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ വേറെ പ്രത്യേകിച്ച് നമ്മളൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും, പിന്നെ മുളക് പൊടി കേട്ടോ. അപ്പോൾ ഇത്രയും കൂടെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ മസാല തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ മസാല തയ്യാറാക്കാനുള്ള ഇതിലാണ്. അതിനകത്തേക്ക് നമ്മൾ തിളച്ച എണ്ണയായിരുന്നു ഒഴിച്ചിരുന്നത്. എന്തായാലും ഒരു വെറൈറ്റിക്ക് ചെയ്യലേ, എനിക്ക് കിട്ടിയതൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് ട്രൈ ആണ് എയർ ഫ്രയറിൽ. അപ്പോൾ ഞാനും യശും കൂടെ സംസാരിച്ച് ഏകദേശം ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് മസാല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫുൾ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള മസാല ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഏകദേശം സെറ്റായ സ്ഥിതിക്ക് അടുത്ത പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ചിക്കനിലേക്ക് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മൾ നേരെ ചിക്കൻ നല്ലതായിട്ട് അമ്മ കഴുകി തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഒന്നുകൂടെ അത് ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടെ ക്ലീൻ ആക്കിയിട്ട് ഞാൻ അതിനകത്തേക്ക് ഇതിനിങ്ങനെ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഏത് വീഡിയോ എടുത്താലും എനിക്ക് പറ്റുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. വീഡിയോ എടുക്കാൻ മറന്നു ഗൈസ്. അപ്പം നമ്മൾ ഏത് വീഡിയോ എടുത്താലും അതിൻ്റെ പകുതി സാധനം കിട്ടത്തില്ല. ഞാൻ എയർ ഫ്രയറിൽ വെക്കുന്ന സാധനം മറന്നു ഗൈസ്. അപ്പം നമ്മൾ ലാസ്റ്റ് നമ്മുടെ തന്തൂരിയാണോ എന്തോ നമുക്ക് കിട്ടിയിരിക്കുന്ന സാധനം ഇങ്ങനെയാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയാണ് കഴിക്കാൻ എടുത്തത്. അപ്പോൾ അഞ്ചിതാണ് എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഏകദേശം ഇതായിരുന്നു. ടേസ്റ്റ് വൈസ് ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. നമ്മൾ വീട്ടിൽ തന്നെ എടുത്ത ചപ്പാത്തി, വീട്ടിൽ തന്നെ എടുത്ത മയോണൈസ്, പിന്നെ സോസ്, പിന്നെ ചിക്കൻ, ഇതായിരുന്നു നമ്മുടെ കോമ്പിനേഷൻ. അഞ്ചിത്തും അഭിചേട്ടനും കാത്തും അമ്മയും എല്ലാവരും ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഞാൻ വെജിറ്റബിളും ഒക്കെ എടുത്തിട്ടുണ്ട്, ചുമ്മാ ഒരാഡംബരം ഇരിക്കട്ടെ എന്ന്. അപ്പോൾ ടേസ്റ്റ് വൈസ് ഞാനും കഴിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിലും ടേസ്റ്റ് ആയിരുന്നു. വൈകിട്ട് നമ്മൾ ഒന്നുകൂടെ എയർ ഫ്രയറിൽ വെച്ച് ചൂടാക്കിയിട്ട് എടുത്തപ്പോഴത്തേക്ക് കേട്ടോ. അപ്പോൾ പിഴയ്ക്കാത്ത എൻ്റെ കുറേ പരീക്ഷണങ്ങളുടെ കൂട്ടത്തിൽ സക്സസ് ആയ ഇതും കൂടെ ഞാൻ ചേർക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ തന്തൂരിയോ ഇതെന്താ ഫുൾ കോഴി പൊരിച്ചങ്ങോട്ട് തിന്നുക. അപ്പം ശരി, ബൈ.